ഈ മൾച്ചിങ് ഷീറ്റ് ഇടുന്നതുകൊണ്ടുള്ള ഗുണം കൃഷിയെ പരിപാലിക്കാനുള്ള സമയം കിട്ടും, നമുക്ക് വിശ്രമിക്കാനുള്ള സമയം കിട്ടും. ഈ ഈർപ്പം നിലനിർത്തുന്നു. അപ്പോൾ ചെടികൾക്ക് എല്ലാ സമയവും അതിൻ്റെ ചുവട്ടിൽ ഈർപ്പമുണ്ട്, നനവുണ്ടായിരിക്കും. ഇനി അടുത്ത് ചെടികളുടെ ചുവട്ടിൽ കളകൾ വരുന്നില്ല. കളകൾ വരാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വളം മുഴുവൻ ചെടികൾക്ക് തന്നെ കിട്ടുകയും ചെടികൾക്ക് നന്നായി വളരുന്നതിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉൽപ്പാദനം നമുക്ക് ചെടിയിൽ നിന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഏത് രീതിയിൽ നോക്കിയിരുന്നാലും പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ് ഒരു നല്ലൊരു ലാഭം തന്നെയാണ്. അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു പ്ലാസ്റ്റിക് ഷീറ്റ് പച്ചക്കറി കൃഷിയിൽ പുതയിട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു പുതിയൊരു കൃഷിരീതി. അപ്പോൾ ഈ കൃഷിരീതി വളരെ വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ ജോഷി ഗിൽബർട്ട് എന്ന കർഷകനെയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പം ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഇവിടെ നിങ്ങൾ എന്തൊക്കെ കൃഷിയാണ് പ്ലാസ്റ്റിക് ഷീറ്റ് പുതയിട്ടുകൊണ്ട് ചെയ്യണത്? ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പടവലം ചെയ്തിട്ടുണ്ട്, പാവല് ചെയ്തിട്ടുണ്ട്, സാലഡ് വെള്ളരി ചെയ്തിട്ടുണ്ട്, വെണ്ട, പയറ്, ക്യാബേജ്, കോളിഫ്ലവർ. നേരത്തെ ചെയ്തിരുന്നത്, ഇതിന് തൊട്ട് മുന്നേ ചെയ്തിരുന്നതിൽ കത്തിരിക്ക, തൊണ്ടൻമുളക്, ചീരയും ഞാനിതിൽ നട്ടിട്ടുണ്ട്. ചീരയും ഇതിൽ അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ പച്ചക്കറികളും നമുക്കിതിൽ ചെയ്യാം. ചീര നട്ട് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. മഴക്കാലത്ത് നല്ല വിളവായിരിക്കും അത് ചീരയ്ക്ക് ചീര. നമ്മൾ ഈ പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ? അതായത് ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ എൻഡ് വരെ നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇത് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ നല്ല വെയിലുള്ള ഒരു ലാൻഡ് തിരഞ്ഞെടുക്കണം. വെയിൽ മസ്റ്റാണ്. നല്ല വെയിലുള്ള ഫീൽഡാണ് നോക്കേണ്ടത്. ഓക്കെ. അപ്പം ഫീൽഡ് തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിക്കണം. തണലത്ത് കൃഷി ചെയ്തിട്ട് കാര്യമില്ല, കാശ് നഷ്ടം ഉണ്ടാകത്തേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മണ്ണ് പരിശോധിക്കുന്നതിന് സാമ്പിൾ എടുക്കുന്നു. സയൻറ്റിഫിക് ആയിട്ട് തന്നെ അത് പരിശോധനയ്ക്ക് കൊടുക്കുന്നു. പരിശോധനയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വിളകൾക്കനുസരിച്ച് മണ്ണിൽ ഏതൊക്കെ മൂലകങ്ങൾ ചേർക്കണം, pH കറക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, എത്ര കുമ്മായം ചേർക്കണം, അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കണം, ആ റെക്കമെൻഡേഷൻ അതിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മളതനുസരിച്ച് ചേർക്കേണ്ടതെല്ലാം ചേർത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നടാൻ പാകമായി. മണ്ണ് ഒരുക്കുന്നതിൻ്റെ ആദ്യഘട്ടമായി. അടുത്ത് പണയെടുക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് പ്രിപ്പറേഷൻ. മണ്ണ് കൂന കൂട്ടി നീളത്തിൽ ബെഡ് പ്രിപ്പയർ ചെയ്യുന്നു. ബെഡ് പ്രിപ്പയർ ചെയ്ത ശേഷം അതിനുള്ളിലേക്ക് ചാണകവും കോഴിവളവും അല്ലെങ്കിൽ ജൈവവളങ്ങൾ എന്താണോ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇട്ട് മണ്ണ് മൂടുന്നു. നമ്മൾ ഈ ചാലെല്ലാം കീറി ജൈവവളം ചേർത്തതിന് ശേഷം ഇതുപോലെ ഈ ചാല് മൂടുകയാണ് ചെയ്യണത്. മണ്ണിട്ട് മണ്ണ് ഇത്രയും കനം മതി, കൂടുതൽ വേണ്ട. ഇല്ല ചേട്ടാ, നമ്മൾ ഇതുപോലെ ജൈവവളം കംപ്ലീറ്റ് മൂടിയതിന് ശേഷമാണ് ഇതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് പച്ചക്കറി തൈകൾ നടുന്നത്. പച്ചക്കറി തൈകളുടെ വേര് കൃത്യമായിട്ട് ഈ ജൈവവളത്തിൽ തന്നെയാണ് ആദ്യത്തെ വേര്, അതായത് മുളച്ച് വരുന്ന വേര് ജൈവവളത്തിലോട്ടാണ് ഇറങ്ങുന്നത്. ജൈവവളം ചേർത്ത് മണ്ണ് മൂടിക്കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഡ്രിപ്പ് ലൈൻ സെറ്റ് ചെയ്യുന്നു. ഇൻലൈൻ ഡ്രിപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ഇതാണ് ചെയ്തത്. ഇൻലൈൻ ഡ്രിപ്പ് വളരെ ചിലവ് കുറഞ്ഞതും വളരെ എളുപ്പം തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ജലസേചന രീതിയാണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ദയവായി നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇൻലൈൻ ഡ്രിപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇൻലൈൻ ഡ്രിപ്പ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മൾച്ചിങ് ഷീറ്റ് ഇടുന്നതാണ്. ഈ ഡ്രിപ്പ് ലൈൻ വലിച്ച പിന്നെ
ഈ മൾച്ചിങ് ഷീറ്റ് ഞാൻ മേടിച്ചത് പൂനെയിൽ നിന്നാണ്. അപ്പോൾ ഇത് 1 മീറ്ററിൻ്റെ ആണ്. 1.2 മീറ്റർ ഉണ്ട്. ഡിഫറെൻറ്റ് സൈസിലുള്ള വിഡ്ത്തിലുള്ള ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 400 മീറ്ററാണ്. 1 മീറ്റർ വീതിയുള്ളതാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഈ റോള്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1800 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. 1800 രൂപയ്ക്ക്? അതെ. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 30 മൈക്രോൺസ് ആണ്. 30 മൈക്രോൺസ്. ഷീറ്റ് വിരിക്കുമ്പോൾ ഷീറ്റിൻ്റെ സിൽവർ നിറത്തിൽ കാണുന്ന ഭാഗം പുറത്ത് വരത്തക്ക വിധത്തിലാണ് ഇത് വിരിക്കേണ്ടത്. ഈ ഷീറ്റ് നമുക്ക് എത്ര പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും? ഇത് ഏതാണ്ട് 1 വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്താൽ 4 വിള നമുക്ക് നടാൻ പറ്റും. 4 വിള അല്ലെങ്കിൽ 1 വർഷം നമുക്ക് 3 എണ്ണമേ ചെയ്യാൻ പറ്റും. 4 എണ്ണം ചെയ്യണമെങ്കിൽ അടുത്ത ചെടി പറിച്ച് കളയുന്നതിന് മുന്നേ ഒരു 3 ആഴ്ച മുന്നേ എങ്കിലും നമ്മൾ പോട്രയിൽ വിത്തിട്ട് മുളപ്പിച്ച് തൈകൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് 3 ആഴ്ച വെച്ചിട്ട് 3 പ്രാവശ്യം ലാഭിക്കാം. ഷീറ്റ് വിരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ റോളിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു PVC പൈപ്പ് കയറ്റി നമ്മൾ വിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് വിരിക്കാൻ പറ്റും. ആവശ്യത്തിനുള്ള നീളം എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ഇതേപോലെ മുറിച്ചെടുക്കുക. ഷീറ്റ് ആവശ്യത്തിന് മുറിച്ച് കഴിഞ്ഞാൽ പാത്തിയുടെ സൈഡിൽ ഇതേപോലെ ഒരു ചാലിൻ്റെ ഷേപ്പിൽ മണ്ണ് വെട്ടിയതിന് ശേഷം രണ്ട് സൈഡിലും ഇങ്ങനെ വെട്ടുക. വെട്ടിയതിന് ശേഷം ഷീറ്റ് അതിൽ വെച്ച് മണ്ണിടുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഷീറ്റ് നല്ല രീതിയിൽ ഉറച്ച് അവിടെ ഇരിക്കും. മൾച്ചിങ് ഷീറ്റ് വിരിച്ച ശേഷം ചെടികൾ നടേണ്ടുന്നതായ അകലത്തിൽ അത് 1 അടി ആണെങ്കിൽ 1 അടി, 2 അടി ആണെങ്കിൽ 2 അടി, അതനുസരിച്ച് ഹോൾ എടുക്കുന്നു. അതിലേക്ക് വിത്തിടുകയോ തൈ നടുകയോ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രിപ്പ് ടേപ്പ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റേഴ്സ് ആണ് അതിൻ്റെ ഇൻ്റർ സ്പേസിങ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് 30 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ. എനിക്കൊരു മെഷർമെൻറ്റ് കിട്ടാനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടിപ്പ് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹോൾ ഇടാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഡ്രിപ്പിൻ്റെ കട്ട് ചെയ്തിരിക്കുന്ന പീസ് ആണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഹോളുള്ള സ്ഥലത്താണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്ന് 30 സെൻറ്റിമീറ്റേഴ്സ് കഴിയുമ്പോൾ അടുത്ത് ഇവിടെയാണ് ഹോള്. അപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ ഇത് ഇടുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ഇടാൻ പോകുന്ന 30 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് വീണ്ടും 30, 2 അടി ഇടവിട്ടാണ് ഞാനിത് നടുന്നത്. അതുകൊണ്ട് 2 പ്രാവശ്യം കഴിഞ്ഞ് അടുത്ത ഹോൾ ഇടുന്നു. ഇനി ഇതിനകത്ത് കുറച്ച് മണ്ണുണ്ടാകാനാണ് തട്ടി കളയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രിപ്പ് ടേപ്പ് നമുക്കിവിടെ കാണാം. ആ ഡ്രിപ്പ് ടേപ്പിൽ ഹോൾ ചെയ്യുന്ന സമയത്ത് കുത്തു വീഴാൻ പാടില്ല. അത് കഴിഞ്ഞ് നമ്മൾ തട്ടി കളയുക. ഇത് വളരെ സ്പീഡിൽ നടക്കുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വെളിയിൽ നിന്ന് ആരുടെയും സഹായം ആവശ്യമില്ല. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 അടി അകലത്തിൽ ഹോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒത്ത നടുക്കായിരിക്കും അടുത്ത പ്രാവശ്യം ചെയ്യുന്നത്. അങ്ങനെ മാറ്റിയായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ 2 തൈകൾ തമ്മിൽ 2 അടി അകലമുണ്ട്. അപ്പോൾ അടുത്ത് നടുമ്പോൾ ഈ 2ൻ്റെ ഇടയ്ക്ക് നടും, മറ്റേ 2ഉം പറിച്ച് കളയും. ഇതിപ്പോൾ ഞാൻ നേരത്തെ പയർ നട്ടിരുന്നതാണ്. പയർ ഉണങ്ങാറായപ്പോൾ തന്നെ ഞാൻ വിത്തിട്ടു. അങ്ങനെ അടുത്ത് അത് പറിച്ച് മാറ്റി ആ പയറിൻ്റെ വള്ളികൾ മാറ്റുന്നതിന് മുന്നേ തന്നെ ഞാൻ തൈ നട്ടു. അടുത്ത് ഇപ്പോൾ ഇത് പടവലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണ്ട് 12 കയറാറായി. തൈ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ പിടിച്ചെടുത്താൽ മതി. ഇത് താഴെ പോകുന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട. അതുപോലെ തന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൈ നടുന്നതിന് മുന്നേ 1 ദിവസമോ 2 ദിവസമോ വെള്ളം ഒഴിക്കരുത്.
അപ്പോൾ ഈ ഭാഗമെല്ലാം ഏതാണ്ട് ഉണങ്ങിയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ചെറുതായിട്ടൊന്ന് വിരലുകൊണ്ട് തള്ളി കൊടുക്കുക, പതുക്കെ ഇതെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെറുതെ വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് നമ്മൾ മണ്ണിട്ട് മൂടൊന്നും ഊന്നി ഉറപ്പിക്കണ്ട. ചെറുതായി ഒന്ന് മണ്ണ് കിണ്ടി അത് ചരിഞ്ഞു പോകാതെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. ബാക്കി വേര് പിടിച്ച് കഴിയുമ്പോൾ അത് അവിടെ നിന്നോളും. ഇനി ഇതും നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തു പോകാവുന്ന ഒരു പ്രോസസ്സാണ്. അത് കുഴിക്കകത്ത് വെക്കുന്നു, വെറുതെ ഒന്ന് മണ്ണ് നീക്കി വെക്കുന്നു. ഇതൊക്കെ ഏത് കൊച്ചുകുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വളരെ കുറച്ച് സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും പുറത്തുനിന്ന് ലേബറിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ തൈ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വൈകുന്നേരമോ അടുത്ത ദിവസമോ 2-3 ദിവസത്തേക്ക് നമ്മൾ സ്ഥിരമായി വാച്ച് ചെയ്യണം. അത് ചെറുതായി വാടി നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളം കിട്ടുന്നില്ല, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഡ്രിപ്പിന്റെ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി നിൽക്കാൻ സാധ്യത ഉണ്ടാവാം. ചിലപ്പോൾ അവിടെ ഒരു അടവുണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പ്ലാസ്റ്റിക് ഷീറ്റ് പുതയിട്ടുകൊണ്ടുള്ള ഈ കൃഷിയിൽ നമ്മൾ വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യുന്നത്? വളപ്രയോഗം ഈ സോളിബിൾ ആയിട്ടുള്ള വളങ്ങൾ നമ്മൾ ഡ്രിപ്പ് ലൈൻ വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡ്രിപ്പ് ലൈൻ വഴി അതിന് വെഞ്ചുറി ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് സമയം ലാഭിക്കുന്നുണ്ട്. അപ്പം വളപ്രയോഗത്തിന് നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തുന്നില്ല. പിന്നെ വേണ്ടത് ഇലയിൽ കൂടി നമ്മൾ വളം കൊടുക്കുന്നുണ്ട്. പത്രപോഷണം, പോളിയാർ സ്പ്രേ. അപ്പോൾ അത് ചെടിയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. വളം ഡ്രിപ്പ് ലൈൻ വഴി കൊടുക്കുന്നത് ഇൻലൈൻ ഡ്രിപ്പിൻ്റെ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടെന്ന്. അതുപോലെ ഇലയിലൂടെയുള്ള വളപ്രയോഗം അതിൻ്റെ വീഡിയോ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ ഈ 2 വീഡിയോ ലിങ്കും കണ്ട് കൂടുതൽ മനസ്സിലാക്കുക. അപ്പോഴേ നമുക്ക് ഈ 2 ഏക്കർ സ്ഥലത്താണ് നിങ്ങളിവിടെ ഈ പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത്. ഈ 2 ഏക്കർ സ്ഥലത്ത് ഇൻലൈൻ ഡ്രിപ്പ് വഴി നനയ്ക്കാൻ ഇവിടെ എത്ര സമയം എടുക്കുന്നുണ്ട്? രാവിലെ 10 മിനിറ്റ്, വൈകുന്നേരം 10 മിനിറ്റ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 10 മിനിറ്റ്. രാവിലെയും വൈകുന്നേരവും നനയ്ക്കും. നമ്മളിതിൽ കീടരോഗ നിയന്ത്രണം എങ്ങനെയാണ് നിങ്ങളിവിടെ ഫോളോ ചെയ്യുന്നത്? ഞാനിപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ റെമഡീസ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഉടനെ കാണുക എന്നുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനുള്ള ആക്ഷൻ എടുക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് 100% വിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് കൃഷിഭവനിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കും. അതിപ്പം അവർ കണ്ടിട്ട് അവർക്ക് ഫോണിൽ കൂടെ നിർദ്ദേശം തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ തരും. ഫീൽഡ് സന്ദർശിക്കണമെങ്കിൽ അത് ഫീൽഡ് സന്ദർശിച്ചിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ തരും. അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കീടരോഗ നിയന്ത്രണം കൃഷി ഭവനുമായിട്ട് അല്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് അവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നിങ്ങളിവിടെ കീടരോഗ നിയന്ത്രണം ചെയ്യുന്നത്? അതെ, ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ആദ്യം മുതൽ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. മൾച്ചിങ് ഷീറ്റിൽ പ്രധാനമായിട്ട് ലാഭം കൂടുതൽ കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴേ എങ്ങനെയാണ് ഇതിൻ്റെ ലാഭത്തിൻ്റെ കണക്ക് വരുന്നത്? ലാഭത്തിൻ്റെത് പല രീതിയിലുണ്ട്. ആദ്യം ഈ മൾച്ചിങ് ഷീറ്റ് ഇടുന്നതുകൊണ്ടുള്ള ഗുണം ഈ ഈർപ്പം നിലനിർത്തുന്നു. അപ്പോൾ ചെടികൾക്ക് എല്ലാ സമയവും അതിൻ്റെ ചുവട്ടിൽ ഈർപ്പമുണ്ട്, നനവുണ്ടായിരിക്കും. ഇനി അടുത്ത് ചെടികളുടെ ചുവട്ടിൽ കളകൾ വരുന്നില്ല. കളകൾ വരാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വളം മുഴുവൻ ചെടികൾക്ക് തന്നെ കിട്ടുകയും ചെടികൾക്ക് നന്നായി വളരുന്നതിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉൽപ്പാദനം നമുക്ക് ചെടിയിൽ നിന്ന് കിട്ടും. ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടുള്ള ലാഭം, നനവ് നിൽക്കുന്നത് കൊണ്ടുള്ള ലാഭം. ഇനി അടുത്ത് ഈ മൾച്ചിങ് ഷീറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് മണ്ണിളക്കം എപ്പോഴും ഉണ്ടായിരിക്കും. 1 വർഷം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിൽ ചവിട്ടി നോക്കിയാൽ മണ്ണ് താന്നു പോകും. അത്രയും ഇളക്കം 1 വർഷം കഴിഞ്ഞാലും ഉണ്ടാവും. ഇനി അപ്പം 3 കാര്യങ്ങളായ. ഇനി അടുത്ത് നമ്മൾ 4 പ്രാവശ്യം കൃഷി ചെയ്യുന്നതും ഈ മൾച്ചിങ് ഷീറ്റ് മാറ്റാതെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 അടി അകലത്തിൽ ഹോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒത്ത നടുക്കായിരിക്കും അടുത്ത പ്രാവശ്യം ചെയ്യുന്നത്. അങ്ങനെ മാറ്റിയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. അല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 2ാമത്തെ സീസൺ ഇറക്കുന്ന സമയത്ത് നമുക്ക് അതായത് ലാൻഡ് പ്രിപ്പറേഷൻ, അതായത് മണ്ണ് ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല. ലാൻഡ് പ്രിപ്പറേഷൻ ഇല്ല,
ജൈവവളം കൊടുക്കുന്നില്ല. നേരെ വന്ന് തൈ നട്ടാൽ മാത്രം മതി. തൈ നട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ അതായത് ഒരു വർക്ക് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. മണ്ണിളക്കം ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൻ്റെ 80% തീരെയാണ്. അതെ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം ലാഭമാണ്. സമയം നമ്മൾ എത്രത്തോളം ലാഭിക്കുന്നോ അതനുസരിച്ച് നമുക്ക് ചെടികളെ ഒബ്സർവ് ചെയ്യാനും അതിലെന്തെങ്കിലും കീടങ്ങൾ വന്നിട്ടുണ്ടോ, രോഗങ്ങൾ വന്നിട്ടുണ്ടോ, ഊന്നു കൊടുക്കണോ അല്ലെങ്കിൽ പടർത്തി വിടണോ, ഇതെല്ലാം സമയത്തിന് ചെയ്യണമെങ്കിൽ നമുക്ക് സമയം വേണം. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും വിളവെടുത്ത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് നമുക്ക് പ്രധാനമാണ്. അപ്പോൾ എവിടെയാണ് കൂടുതൽ വില കിട്ടുന്നതെന്ന് നോക്കി അവിടെ കൊണ്ടു കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റും. കൃഷിയെ പരിപാലിക്കാനുള്ള സമയം കിട്ടും, നമുക്ക് വിശ്രമിക്കാനുള്ള സമയം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഏത് രീതിയിൽ നോക്കിയിരുന്നാലും പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ് ഒരു നല്ലൊരു ലാഭം തന്നെയാണ്. അതെ അതെ. പ്ലാസ്റ്റിക് ഷീറ്റ് മൾച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് എല്ലാ സഹായത്തിനും പുള്ളി കൂടെ ഉണ്ടാവും. നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത ശ്രീ ജോഷി ഗിൽബർട്ടേട്ടന് എൻ്റെയും ട്രക്കർ ഡാമിൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഏട്ടാ. താങ്ക് യു. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.